ഹലോ, നമസ്കാരം. ഒരു വശത്ത് തൊഴിലിനു വേണ്ടി അലയുന്നവർ, മറുവശത്ത് തട്ടിപ്പ് തൊഴിലാക്കുന്നവർ, പഠിക്കാവുന്ന അത്രയും പഠിച്ചിട്ടും പടിക്ക് പുറത്തു നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ കണ്ണീര് കാണാൻ ആരുമില്ല. വാഗ്ദാനങ്ങൾ നൽകി മോഹിപ്പിച്ച് അവരെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കുകയാണ്. അതേസമയം മേലനങ്ങാതെ കാശുണ്ടാക്കാൻ നോക്കുന്നവരാകട്ടെ സ്പായെന്നും ബാധയെന്നുമൊക്കെ പറഞ്ഞ് ആളെ പറ്റിക്കുകയാണ്. നാടിന് നാണക്കേടുണ്ടാക്കിയ ഗുരുതര കുറ്റകൃത്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴാണ് പോലീസ് അതിൽ ഇടപെട്ടത്. ന്യായങ്ങൾ കേൾക്കാനും അന്യായങ്ങൾ തടയാനും അധികാരികൾ ഉണർന്നു പ്രവർത്തിച്ചേ മതിയാകൂ. കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് അധികാരികൾ അവഗണിക്കുന്ന വിഷയങ്ങൾ നടപടി ഉണ്ടാകുന്നതുവരെ ഉറക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ ബി ദിലീപ് കുമാർ. പൊതുജനം കഴുതയല്ല സാറിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ആന കൊടുത്താലും കിളിയെ ആശ കൊടുക്കാമോ എന്നൊരു പാട്ടുണ്ട് മലയാളത്തിൽ. കേരള പബ്ലിക് സർവീസ് കമ്മീഷനോടും സർക്കാരിനോടും ഇതുതന്നെയാണ് ചോദിക്കാനുള്ളത്. ജോലി കാത്തിരിക്കുന്ന ആയിരങ്ങളെ ആശ കൊടുത്ത് പറ്റിക്കണോ എന്ന്. 1ാം റാങ്ക് ജേതാവിന് പോലും നിയമനം ലഭിക്കാതെ പല PSC റാങ്ക് ലിസ്റ്റുകളും അന്ത്യശ്വാസം വലിക്കുകയാണ്. ഒഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് സാർ ഈ പ്രഹസനമെന്നാണ് കേരളത്തിലെ യുവാക്കൾക്ക് ചോദിക്കാനുള്ളത്. കാണാം നട്ടാൽ കുരുക്കാത്ത PSC പട്ടിക. വിജ്ഞാപനത്തിന് വേണ്ടിയുള്ള അനിശ്ചിതമായ കാത്തിരിപ്പ്, അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഉറക്കമിളച്ചുള്ള പഠനം, പരീക്ഷ കഴിഞ്ഞാൽ ഫലമറിയാനുള്ള കാത്തിരിപ്പ്, ഷോർട്ട് ലിസ്റ്റിന്റെ അനിശ്ചിതാവസ്ഥ കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ആയാൽ ആശ്വാസമെന്ന് കരുതാറായോ? ഇല്ല. ഇനിയാണ് യഥാർത്ഥ ടാസ്ക്. വിവരാവകാശം വഴി ഒഴിവുകൾ മനസ്സിലാക്കി അത് വകുപ്പുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യിക്കാനുള്ള തത്രപ്പാട്. ഇത്രയൊക്കെ കഴിഞ്ഞാലും നിയമനമായാലായി. ഇതാണ് PSC വഴി ജോലി കാത്തിരിക്കുന്ന ഒരു ശരാശരി ഉദ്യോഗാർത്ഥിയുടെ ജീവിതം. എന്നിട്ടും 1ാം റാങ്ക് ലഭിച്ചവർക്ക് പോലും നിയമനമില്ലാതെ ആവിയായി പോകുന്ന റാങ്ക് ലിസ്റ്റുകൾ നിരവധി. അതിലൊന്നാണ് അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടിക. 2023 നിലവിൽ വന്ന അസിസ്റ്റന്റ് പ്രൊഫസർ ഉറുദു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞ ദിവസം അവസാനിച്ചു. 1ാം റാങ്ക് നേടിയ മലപ്പുറം സ്വദേശി M റഷീദയ്ക്ക് പോലും നിയമനം ലഭിച്ചില്ല. ഈ 2026 ഫെബ്രുവരി 7 ലിസ്റ്റ് 3 വർഷം കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷയായിരുന്നു. 2-3 വർഷമായിട്ട് നിരന്തരം നമ്മൾ ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നിയമനം നടക്കാൻ വേണ്ടിയിട്ട് ഹയർ എഡ്യൂക്കേഷനിലും ബന്ധപ്പെട്ട വകുപ്പുകളിലും PSCയിലും എല്ലായിടത്തും നമ്മൾ പോയിട്ടുണ്ട്. ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു. അപ്പോൾ അതിനൊന്നും ഒരു ഫലം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇസ്ലാമിക് ഹിസ്റ്ററി, ഫിലോസഫി, സോസിയോളജി വിഭാഗങ്ങളിലും അസിസ്റ്റന്റ് പ്രൊഫസർ റാങ്ക് പട്ടികയിലെ 1ാം സ്ഥാനക്കാർ പടിക്ക് പുറത്താണ്. നിയമന സാധ്യതയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ വളരെ വ്യക്തമല്ലാത്ത മറുപടികളാണ് കിട്ടുന്നത്. അപ്പം ഒരുപാട് വിഷമമുണ്ട്. ഞങ്ങൾ 22 പേരോളം മെയിൻ ലിസ്റ്റിൽ തന്നെയുള്ളവരാണ്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടതിനൊന്നും ഒരു ഉത്തരവില്ല. അതൊക്കെ വെറുതെ ആയിപ്പോയി. ഇനി ഏതാനും 20 ദിവസം കൂടി മാത്രമാണ് റാങ്ക് ലിസ്റ്റിന് കാലാവധി ഉള്ളത്. ഇതുവരെ എനിക്ക് അഡ്വൈസ് വന്നിട്ടില്ല. ബിരുദം, ബിരുദാനന്തര ബിരുദം, B.Ed, MPhil, PhD, അധ്യാപക യോഗ്യതാ പരീക്ഷ ഇതൊക്കെ കഴിഞ്ഞ പ്രതിഭാധനരെയാണ് PSC പരീക്ഷ നടത്തി അധികാരികൾ പറ്റിക്കുന്നത്. ഇതൊറ്റപ്പെട്ടതല്ല. LP സ്കൂളിലേക്കുള്ള അധ്യാപക നിയമനവും സ്തംഭനാവസ്ഥയിലാണ്. ലിസ്റ്റ് വന്ന് 1 വർഷമാകാറായിട്ടും 8 ജില്ലകളിൽ ഒരാൾക്ക് പോലും നിയമന ഉത്തരവ് ലഭിച്ചിട്ടില്ല. ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നും അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് 2025 മെയ് 30 അവസാനിച്ചതാണ്. എന്നിട്ട് പോലും ആ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഈ 30 ശേഷവും അഡ്വൈസ് പോയി. അവർക്ക് ഇനിയും അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. അഡ്വൈസ് മാത്രമാണ് PSCയിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോയിൻമെൻ്റ് ആവാതെ അവരും ബാലൻസ് നിൽക്കുകയാണ്. ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിലുള്ളവർക്കും അഡ്വൈസ് പോയിട്ടുള്ളവരും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല. പക്ഷേ അഡ്വൈസ് 1ാം റാങ്കുകാരൻ പോലും 8 ജില്ലയിൽ 1ാം റാങ്കുകാരന് പോലും ഇതുവരെ അപ്പോയിൻമെൻ്റ് ആവാതെ നിൽക്കുകയാണ്. അപ്രഖ്യാപിത നിയമന നിരോധനമെന്ന ആരോപണം ഉയരുമ്പോഴെല്ലാം നിയമന ശുപാർശയുടെ കണക്ക് നിരത്തി സർക്കാർ പ്രതിരോധിക്കും. രാജ്യത്ത് ഏറ്റവും കൂടുതൽ PSC നിയമനം നടത്തിയത് ഈ സർക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കൂടി മുഖ്യമന്ത്രി നിയമസഭയിൽ അവകാശപ്പെട്ടു. പക്ഷേ കണക്കുകളിൽ പലതും ഊതി വീർപ്പിച്ചതാണ് എന്ന് ഉദ്യോഗാർത്ഥികൾ വിമർശിക്കുന്നു. മാത്രമല്ല, ഒഴിവുകളില്ലാത്ത തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച് പരീക്ഷ നടത്തി നിയമനം നടത്താതിരിക്കുന്നത് എന്ത് പ്രഹസനമെന്ന ചോദ്യത്തിന് അധികാരികൾക്കുത്തരമില്ലതാനും. ഓരോ പരീക്ഷ നടത്താനും ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവിടുന്നത് എന്നതുകൂടി ഓർക്കണം. പെരുപ്പിച്ച റാങ്ക് ലിസ്റ്റുകൾ കാട്ടി കൊതിപ്പിച്ച ശേഷം
സെക്രട്ടേറിയറ്റ് പടിക്കൽ മുട്ടിലിഴഞ്ഞും പിച്ചച്ചട്ടിയെടുത്തും സമരം ചെയ്യാൻ നമ്മുടെ യുവാക്കളെ തള്ളിവിടേണ്ടതുണ്ടോ? പൊതുജനം കഴുതയല്ല സാർ. പരീക്ഷ നടത്തി പട്ടിക തയ്യാറാക്കിയാൽ PSCയുടെ കടമ തീർന്നെന്ന് അവർക്ക് വാദിക്കാം. ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് സർക്കാരെന്നും പറയാം. സർക്കാരിന് പക്ഷേ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ബന്ധു നിയമനങ്ങളും വിവാദങ്ങളും രാജിയുമൊക്കെ വാർത്തയായ നാടാണിവിടം. അത്തരം നിയമനങ്ങൾക്ക് പഞ്ഞമില്ലാത്തൊരു നാട്ടിലാണ് PSC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയവർ പോലും നിയമനം ലഭിക്കാതെ ആ റാങ്ക് ലിസ്റ്റിന് മരണമണി മുഴങ്ങുന്നത് നിശബ്ദരായി കാണേണ്ടി വരുന്നത്. അവർ പഠിച്ച നാളുകൾ, അവർ പാഴാക്കാതിരുന്ന പകലുകൾ എല്ലാം വെറുതെയാകാൻ കൂട്ടുനിൽക്കരുത് സർക്കാർ. അവരുടെ കണ്ണീർ കാണണം, അവരുടെ അവസരം നഷ്ടമാക്കരുത്. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. ജ്യോതിഷത്തിന്റെ മറവിൽ ലൈംഗികാതിക്രമത്തിന് തുനിഞ്ഞ മുരാരി തന്ത്രി പിടിയിലായത് ഇന്നാണ്. ബാധ ഒഴിപ്പിക്കാനെത്തിയ 16-കാരിക്ക് നേരെ ലൈംഗികാതിക്രമത്തിന് ശ്രമിച്ച കേസിലാണ് മുരാരി തന്ത്രി എന്ന രാജൻ ബാബു പിടിയിലായത്. കൊല്ലം ഭരണിക്കാവിലെ ഉദയ റോയൽ ടവർ ഹോട്ടലിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. ശാസ്താംകോട്ട പുത്തൂർ പോലീസ് സംഘം സംയുക്തമായി നടത്തിയ നീക്കത്തിലായിരുന്നു ഇയാൾ പിടിയിലായത്. കാണാം പ്രത്യേക റിപ്പോർട്ട്. വിശ്വാസം അതല്ലേ എല്ലാം. ഇത് കേട്ടുപരിചിതമായ പരസ്യവാചകമാണ്. വിശ്വാസത്തെ ചൂഷണത്തിനുപയോഗിക്കുന്ന ചിലരുണ്ട്. കൊല്ലം പുത്തൂർ വെണ്ട സ്വദേശി VS മുരാരി തന്ത്രി എന്ന രാജൻ ബാബു ഇതിൽപ്പെട്ടതാണ്. ജ്യോതിഷരത്നം എന്നാണ് അവകാശവാദം. കൊട്ടാരക്കരയിൽ മുരാരി എന്ന ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ഒരു സുപ്രഭാതത്തിൽ ശാന്തിയായി മാറുകയും പിന്നീട് ജ്യോത്സ്യനായി സ്വയം പ്രഖ്യാപിക്കുകയുമായിരുന്നു. മേടയിൽ ജ്യോതിശാലയം എന്ന് തുടക്കത്തിൽ പേരിട്ടു. പിന്നെ തന്ത്രി എന്ന് പേരിനൊപ്പം ചേർത്തു. സോഷ്യൽ മീഡിയയിൽ റീലുമായി നിറഞ്ഞു. ജ്യോത്സ്യന്റെ പേര് പലയിടത്തുമെത്തി. ആളുകൾ വരിവരിയായി വീട്ടുപടിക്കൽ കാത്തുനിന്നു. അളവറ്റ പണം ദക്ഷിണയായും പൂജയ്ക്കുള്ള ഫീസായും കുന്നുകൂടി. ഐഫോൺ കുടുംബമെന്ന് സ്വയം വിശേഷിപ്പിച്ചു. കുടുംബാംഗങ്ങൾക്കും അനുചരന്മാർക്കും പുതിയ ഐഫോൺ വാങ്ങി നൽകുക പതിവാക്കി. മുരാരി തന്ത്രിയെ കാണണമെങ്കിൽ 5 ദിവസം മുൻപ് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട അവസ്ഥയായിരുന്നു. ഒരു പെൺകുട്ടിയും മാതാവും കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയെ കാണാനെത്തിയത്. പെൺകുട്ടിയുടെ പ്രശ്നങ്ങൾക്ക് കാരണം ബാധ കയറിയതാണെന്ന് ഇയാൾ വിശ്വസിപ്പിച്ചു. മാതാവിനെ പുറത്തിരുത്തി പെൺകുട്ടിയെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കടന്നുപിടിക്കുകയായിരുന്നു. പെൺകുട്ടി നിലവിളിച്ച് പുറത്തേക്കോടി. ബഹളം കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും പിൻവാതിലിലൂടെ പ്രതി കടന്നു കളഞ്ഞു. പിന്നീട് ഭരണിക്കാവിൽ നിന്ന് പ്രതിയെ പോലീസ് പിടികൂടുകയായിരുന്നു. ശാസ്ത്രീയമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജില്ലയിലെ സയന്റിഫിക് എക്സ്പെർട്ടുകളും ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിന്റെ നേതൃത്വത്തിൽ തെളിവ് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. രാജൻ എന്ന മുരാരി തന്ത്രിയെക്കുറിച്ച് നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. അവൻ എവിടുന്ന ഡിവോഴ്സും പഠിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഏഴ് ഡിവോഴ്സിന്റെ പിന്നെ കാറിനകത്ത് ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്, അവിടെ വെച്ചാൽ പഠിക്കാന്ന് പറഞ്ഞു. അടുത്തിടെ വന്ന ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജോത്സ്യൻ അറസ്റ്റിലായത് അടുത്തിടെയാണ്. തൃശൂർ സ്വദേശിയായ ജോത്സ്യൻ പ്രഭാതിനെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ കൊച്ചി പലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. സമൂഹമാധ്യമത്തിൽ വന്ന പരസ്യം കണ്ടാണ് ജോത്സ്യനെ വീട്ടമ്മ പരിചയപ്പെട്ടത്. തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി പൂജ നടത്താൻ കൊച്ചി വെണ്ടലയിലുള്ള സ്ഥലത്തേക്ക് ഇയാൾ വീട്ടമ്മയെ ക്ഷണിച്ചു. കഴിഞ്ഞ ജൂണിൽ നടന്ന പൂജയ്ക്കിടെ ജോത്സ്യൻ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. ഇതിനുശേഷം തൃശൂരിൽ വെച്ചും പീഡിപ്പിച്ചു. ആദ്യ പൂജയ്ക്ക് ഫലം കാണാത്തതിനാൽ ഒരിക്കൽ കൂടി പൂജ നടത്തണമെന്നാവശ്യപ്പെട്ട് വിളിച്ചു വരുത്തുകയായിരുന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണി മുഴക്കി. ഇതോടെ വീട്ടമ്മ പാലാരിവട്ടം പോലീസിനെ സമീപിക്കുകയായിരുന്നു. ഇനി ഇക്കഴിഞ്ഞ ജനുവരിയിൽ വന്ന വാർത്ത ഹരിപ്പാട് നിന്നാണ്. യുവതിയോട് ഭർത്താവ് ഉടൻ മരിച്ചുപോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചതായിരുന്നു വാർത്ത. ഹരിപ്പാട് പള്ളിപ്പാട് സ്വദേശിയായ ജിഷ്ണുവാണ് അന്ന് അറസ്റ്റിലായത്. ഭർത്താവ് ഉടൻ മരിച്ചുപോകുമെന്നറിഞ്ഞപ്പോൾ ഭയപ്പെട്ട യുവതി ജോത്സ്യൻ പറഞ്ഞനുസരിച്ച് ഒപ്പം പോവുകയായിരുന്നു. വീട്ടിലെത്തി ഭർത്താവിന്റെ അകാല മൃത്യു ഇല്ലാതാക്കാനായി പൂജ നടത്തി പ്രതിവിധി തേടാമെന്ന് പറഞ്ഞാണ് വീട്ടിലേക്കെത്തിച്ചത്. വീട്ടിലെത്തിച്ച യുവതിയെ ജോത്സ്യൻ പീഡിപ്പിക്കുകയായിരുന്നു. ജ്യോതിഷത്തിൽ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം, അതൊക്കെ വ്യക്തിപരമായ കാര്യം. എങ്കിലും ഇങ്ങനെയും ചിലതൊക്കെ ഉണ്ട്. ഇത്തരക്കാർ വിശ്വാസം ചൂഷണം ചെയ്യാതിരിക്കട്ടെ. മുരാരി തന്ത്രി പോക്സോ കേസിൽ അകത്താണ്. പൊതുജനം കഴുതയല്ല സാർ.
നേരത്തെ നൽകിയ ഈ PSC റാങ്ക് ലിസ്റ്റിൽ 1ാം റാങ്ക് ജേതാവിന് പോലും നിയമനം ലഭിച്ചിട്ടില്ല. നിയമനം ലഭിക്കാതെ തന്നെ ആ ലിസ്റ്റിൻ്റെ കാലാവധി അവസാനിക്കുകയാണ് എന്ന ആ വാർത്തയോട് നിരവധി പ്രേക്ഷകർ അവരുടെ പ്രതികരണങ്ങൾ അറിയിക്കുന്നുണ്ട്. രവികുമാർ പറയുന്നു, കാശുള്ളവർ ലക്ഷങ്ങൾ കൊടുത്ത് ജോലി തട്ടിയെടുക്കുന്നു. കഷ്ടപ്പെട്ട് പഠിച്ച 1ാം റാങ്കുകാരൻ പുറത്തു നിൽക്കും. ഇതിന് മാറ്റം വരണം. എല്ലാം പിൻവാതിൽ നിയമനമാണ് എന്ന്. അരുൺ മുട്ടട പറയുന്നു, നമ്മുടെ ചീഫ് സെക്രട്ടറി കഴിഞ്ഞ 3 മാസം ചായ കുടിച്ചതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. 6 ലക്ഷം രൂപയാണ് അതിനായി ചെലവഴിച്ചത്. പൊതുജനത്തിൻ്റെ നികുതിപ്പണം എടുത്തിങ്ങനെ ധൂർത്തടിക്കണോ എന്ന കാര്യം. മോഹനൻ പിലാത്തറ പറയുന്നുണ്ട്, ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഞാൻ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന്. അന്ന് അതൊരു ഗമയോടുകൂടിയായിരുന്നു പറയുന്നത് എന്ന കാര്യം. അങ്ങനെ ആ നിലയിലുള്ള നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്നും അല്ലാതെയും ഇന്ന് പുറത്തു വന്ന വിവരങ്ങൾ ഗൗരവമുള്ളതും ഞെട്ടിക്കുന്നതുമായിരുന്നു. കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസ് അന്വേഷണം എന്ന തീരുമാനം UDFന് തിരിച്ചടിയാണ്. പാളികളുടെ സാമ്പിൾ പരിശോധന മറ്റൊരു ലാബിൽ നടത്തുന്നത് കുറ്റപത്രം ഇനിയും വൈകുമെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിലാണ് ശബരിമലയിൽ നിന്നും ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്തെ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കൾക്ക് അയച്ചുവെന്ന കണ്ടെത്തൽ വിവരവും പുറത്തുവന്നത്. രാഷ്ട്രീയ പാർട്ടികൾ സ്വർണം കട്ടത് ആരപ്പ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ശബരിമലയിൽ അപ്പാടെ തട്ടിപ്പുകാരുടെ വിഹാരമായിരുന്നെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ തെളിയിക്കുന്നത്. കാണാം തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കട്ടവരാരപ്പ. ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ള മാത്രമല്ലെന്നും അയ്യനെ അടപടലം കൊള്ളയടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും വിവരങ്ങൾ പുറത്തു വന്നൊരു പകലാണിത്. ശാന്തിക്കാർ ഉൾപ്പെടെ ദിവസവേതന ജീവനക്കാർ വേതനത്തിന് പുറമെ കൊള്ളയടിക്കാനുള്ള നീക്കം സംബന്ധിച്ച വിവരങ്ങളും ഇന്ന് പുറത്തു വന്നു. ഇതിനിടയിലാണ് ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠ സംബന്ധിച്ച് അന്വേഷണം നടത്താനുള്ള ഹൈക്കോടതി തീരുമാനം. നിയമസഭയ്ക്കകത്തും പുറത്തും ശബരിമല സ്വർണ്ണക്കൊള്ളയെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. കുറ്റപത്രം വൈകുന്നത് മൂലം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പ്രതികൾ പുറത്തിറങ്ങുന്നതായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധത്തിന് കാരണം. എന്നാൽ കുറ്റപത്രം ഇനിയും വൈകുമെന്നാണ് ഹൈക്കോടതിയിൽ നിന്നും ഇന്ന് പുറത്തുവന്ന വിവരം. കാരണം VSSയിൽ നിന്നും SITക്ക് കൈമാറിയ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളിൽ വ്യക്തതയില്ല. ശബരിമലയിൽ സ്വർണ്ണക്കവർച്ച ചെയ്ത കട്ടിളപ്പടിയുടെ കാലപ്പഴക്കം സംബന്ധിച്ചാണ് VSSയുടെ റിപ്പോർട്ടിലെ അവ്യക്തത. സ്വർണം പൊതിഞ്ഞ ചെമ്പുപാളികൾ മൊത്തത്തിൽ കടത്തി പുതിയ പാളികൾ സ്ഥാപിച്ചതാണോ എന്നതിലാണ് ആശയക്കുഴപ്പം. 1998 മെർക്കുറി ഉപയോഗിച്ചാണ് UB ഗ്രൂപ്പ് ശബരിമല ശ്രീകോവിലിലെ കട്ടിളപ്പടി സ്വർണം പൊതിഞ്ഞത്. എന്നാൽ ചില പാളികളിൽ മാത്രം മെർക്കുറിയുടെ അംശം തീരെ കാണുന്നില്ലെന്നാണ് VSS പരിശോധനാ റിപ്പോർട്ട്. ഇതോടെയാണ് സാമ്പിളുകൾ പാഭ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി അനുമതി നൽകിയത്. മാസപൂജയ്ക്കായി അടുത്തയാഴ്ച നട തുറക്കുമ്പോൾ സാമ്പിൾ വീണ്ടും ശേഖരിക്കാനാണ് നീക്കം. കൊടിമര പുനഃപ്രതിഷ്ഠ ഒരു രാഷ്ട്രീയ വാളാണ്. പ്രത്യക്ഷമായി അത് നീളുന്നത് UDFന്റെ കഴുത്തിലേക്കാണെങ്കിലും ഏതു വഴിക്കും തിരിയാം. ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണത്തിനുള്ള ഹൈക്കോടതി നിർദ്ദേശം. 2014 ജൂൺ 18 നടന്ന ദേവപ്രശ്നത്തിലായിരുന്നു കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനം. ജീർണത ലക്ഷണമുണ്ടെന്നും ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നു. തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ ദേവസ്വം ബോർഡ്. തീരുമാനം നടപ്പാക്കിയത് പിന്നീടെത്തിയ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ്. അഡ്വൈസറി കമ്മീഷന്റെ സാന്നിധ്യം ഉൾപ്പെടെ പലതവണ ചർച്ചയായതാണ്. എന്നാൽ സംഭാവന സ്വീകരിച്ചതിന്റെ മഹസറിൽ അവ്യക്തതയുണ്ടെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ വാദം. ഇതിനൊക്കെയിടയിലാണ് ശബരിമലയിൽ നിന്ന് ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ദിവസവേതനക്കാർ ലക്ഷക്കണക്കിന് രൂപ സന്നിധാനത്തെ ബാങ്ക് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും ബന്ധുക്കളുടെ പേർക്ക് അയച്ചതായി കണ്ടെത്തിയത്. ആഴ്ചതോറും 10,000 മുതൽ 50,000 രൂപ വരെ അയച്ചുകൊണ്ടിരുന്നു. 100-ലധികം പേർ പണമയച്ചെന്നാണ് കണ്ടെത്തൽ. ശബരിമലയിലെ വെട്ടിപ്പുകൾ വിവാദമായ പശ്ചാത്തലത്തിൽ സന്നിധാനത്തെ ബാങ്കിൽ നിന്നും പോസ്റ്റ് ഓഫീസിൽ നിന്നും ദേവസ്വം വിജിലൻസിനെയാണ് വിവരമറിയിച്ചത്. മകരവിളക്ക് കാലത്താണ് അന്വേഷണം ആരംഭിച്ചത്. ചില ദേവസ്വം ജീവനക്കാരും ഇത്തരത്തിൽ പണമയച്ചതായും കണ്ടെത്തി. മേൽശാന്തിയുടെയും തന്ത്രിയുടെയും സഹായികളായി വന്ന ശാന്തിക്കാരെക്കുറിച്ചും ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള, ആടിയ നെയ് ക്രമക്കേട്, ഒടുവിൽ കരാർ ജീവനക്കാരുടെ അനധികൃത പണമയപ്പ്. അങ്ങനെ ശബരിമലയിലെ ക്രമക്കേടുകൾ പലമാനത്തിൽ വളരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഈ വിവാദങ്ങൾക്ക് വലിയ പ്രസക്തി ഉണ്ടാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം.
പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി. ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിൽ 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ഉത്തരവ്. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണമെന്നും നിർദ്ദേശം. മഹസർ ഉൾപ്പെടെ എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് നൽകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. സ്വർണം സംഭാവന ചെയ്തവരുടെ മൊഴി രേഖപ്പെടുത്തണമെന്നും സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു സുരേഷ്, UDF കാലത്തെ ഭരണസമിതിയാണ് അന്ന് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 30 ദിവസത്തിനകം പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ് കുമാർ, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് പുറപ്പെടുവിക്കുന്ന 12ാമത്തെ ഇടക്കാല ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് ഒപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്ന മറ്റൊരു കാര്യം ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ്. അത് കൊടിമര നിർമ്മാണത്തിലെ ക്രമക്കേട് ഗുരുതര സ്വഭാവത്തിലുള്ളതാണെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഇന്ന് 2017 ഭരണസമിതിയിലുണ്ടായിരുന്ന അജയ് തറയിൽ നടത്തിയൊരു പ്രസ്താവന നമുക്ക് മുൻപിലുണ്ട്. അതായത് കൊടിമര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മറ്റാരുടെയും സ്പോൺസർഷിപ്പ് കൈപ്പറ്റിയിട്ടില്ല, മറ്റാരിൽ നിന്നും സ്വർണം കൈപ്പറ്റിയിട്ടില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷേ ചീഫ് വിജിലൻസ് സൂപ്രണ്ട് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് 6ഓളം ആളുകളിൽ നിന്നായി 412ഓളം ഗ്രാം സ്വർണം ആദ്യഘട്ടത്തിൽ ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ അതൊന്നും മഹസറിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇതിലൊരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അത് തന്നെ കോടതിയും പറയുന്നു. ദേവസ്വം ചട്ടങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്ന ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാണിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അടിയന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടർ പ്രത്യേക ടീം രൂപീകരിക്കണം, അതോടൊപ്പം തന്നെ മഹസറുകളെല്ലാം പരിശോധിക്കണം, മഹസറുകളെല്ലാം കൈമാറാനാണ് ദേവസ്വം ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ സ്വർണം സംഭാവന ചെയ്തു എന്ന് പറയുന്ന 6ഓളം ആളുകളുണ്ട്. അതിൽ ചില നിർമ്മാതാക്കളും അതോടൊപ്പം തന്നെ സെലിബ്രിറ്റികളുമുണ്ട്. അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തണം, സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ പരിശോധിക്കണം. അങ്ങനെ പ്രാഥമിക റിപ്പോർട്ട് 30 ദിവസത്തിനകം സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നേരത്തെ ഇതേ ദേവസ്വം ബെഞ്ച്, ഇതേ ജഡ്ജിമാർ അല്ലെങ്കിൽ പോലും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് പറഞ്ഞതാണ് ശബരിമലയിലെ പുനഃപ്രതിഷ്ഠ നിർമ്മാണ, അതായത് കൊടിമര പുനഃപ്രതിഷ്ഠ അത് വളരെ മികച്ച രീതിയിൽ നടന്നു. അന്ന് അതിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് കമ്മീഷണറെ അഭിനന്ദിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ റിപ്പോർട്ട് കൊണ്ടാണ് നേരത്തെ UDF ഭരണസമിതിയിലെ ആളുകളൊക്കെ ഈ അന്വേഷണം വരുന്നു എന്ന ഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചത്. പക്ഷേ നിലവിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്ന റിപ്പോർട്ട് അല്ലെങ്കിൽ പ്രാഥമികമായ കണ്ടെത്തലുകൾ അതൊരല്പം ഗൗരവകരമാണ്. ഗുരുതരമായ വീഴ്ച, ഗുരുതരമായ ക്രമക്കേട് ഈ കൊടിമര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുളഴിക്കാനാണ് ഇനിയിപ്പോൾ ദേവസ്വം വിജിലൻസ് ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രത്യേക ടീമിനെ രൂപീകരിച്ചിട്ടുള്ളത്. മറ്റൊരു വശത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. 4 ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകുന്നു. 262 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും നിർണായകമാകാൻ പോകുന്നത് VSSCയിൽ നിന്ന് വന്ന അന്തിമ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇനി നടത്താൻ പോകുന്ന റിപ്പോർട്ടുമാണ്. അതായത് ഒരു തരത്തിലുള്ള വീഴ്ചകളും ഉണ്ടാകരുത്. ആ പശ്ചാത്തലത്തിലാണ് VSSC പരിശോധനയ്ക്ക് പുറമെ ഒരിടത്തുകൂടി പരിശോധിക്കണമെന്ന SITയുടെ ആവശ്യം ഇപ്പോൾ കോടതി അംഗീകരിച്ചിരിക്കുന്നതെന്നും വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ ഉത്തരവിൽ. ദിലീപ്, ഇപ്പോൾ വരുന്ന ഒരു വാർത്ത, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പ്രതികളാകും എന്നതാണ്. ദ്വാരപാലക പാളി കേസിൽ 2 പേർ കൂടി പ്രതികളാകും. കട്ടിളപ്പാളി കേസിൽ ഒരാൾ കൂടി പ്രതിയാകും. അങ്ങനെ ആകെ 4 പേരുടെ പങ്കാളിത്തത്തിൽ കൂടുതൽ പരിശോധന നടത്തിയെന്നും SIT ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. കുറ്റകൃത്യത്തിൽ 3 പേരുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചെന്നും ഹൈക്കോടതിയെ SIT അറിയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത് അതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർ പ്രതികളാകും എന്ന കാര്യമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദ്വാരപാലക പാളിക്കേസിൽ 2 പേർ കൂടി പ്രതിപ്പട്ടികയിൽ വരും. കട്ടിളപ്പാളി കേസിൽ ഒരാൾ കൂടി പ്രതിയാകും എന്ന വാർത്ത ഇപ്പോൾ വരികയാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. പൊതുജനം കഴുതയല്ല സാറിൽ മറ്റൊരു വിശേഷത്തിലേക്കാണ്. കൊല്ലം ശക്തികുളങ്ങരയിൽ സർക്കാർ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളമെന്ന് പരാതി. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ബിൽഡിംഗിന്റെ നിർമ്മാണത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം. കായലിൽ നിന്നുള്ള ഉപ്പുവെള്ളം ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. കാണാം കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയുടെ റിപ്പോർട്ട്. ദുരന്തം ക്ഷണിക്കുന്നവർ.
ഞാൻ ഈ നിൽക്കുന്നത് ശക്തികുളങ്ങര ഫിഷിംഗ് ഹാർബറിലാണ്. എൻ്റെ പുറകിലൊരു ബിൽഡിംഗ് കാണാം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെൻട്രൽ ബിൽഡിംഗ് എന്നാണ് പേര്. അതായത് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്ന, അവർക്ക് വിശ്രമിക്കാനൊക്കെ ആയിട്ട് നിർമ്മിക്കുന്ന ഒരു കെട്ടിടമാണ്. ഇവിടെ ഇപ്പോൾ പണികൾ നടന്നു വരികയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ തൊഴിലാളികളോ പണികളോ ഒന്നും നടക്കുന്നില്ല. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. ഇന്ന് ഇവിടെ പണി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബോട്ട് ഓണേഴ്സും അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനപ്രതിനിധികളും ഒക്കെ ചേർന്നിട്ട് ഈ പണി ഇന്ന് ഇവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്താണ് കായലുള്ളത്. ആ ഉപ്പുവെള്ളം, അവിടെ നിന്ന് ഉപ്പുവെള്ളം എടുത്തിട്ടാണ് ഈ കെട്ടിടത്തിലെ പണികൾ നടന്നത്. ശരിക്കും എന്താണ് പരാതി? ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അല്ലേ, എന്താണ് ഇത് അതിന്റെ ബിൽഡിംഗ് ആണ്. നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നതാണെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹാർബറിന് ഇതിൻ്റെ ആവശ്യമില്ല. സ്ഥലം അല്ലാതെ തന്നെ ഒരുപാട് പരിമിതമാണ്. അപ്പോൾ ഈ ചെയ്യുന്ന ജോലി അവർ സർക്കാരിൻ്റെ കാശ് ഉപയോഗിച്ച് ചെയ്യുന്നൊരു വർക്ക്, അത് ചെയ്യുമ്പോൾ അത് മാന്യമായിട്ട് ചെയ്യണ്ടേ? അതിന് ശുദ്ധജലം അവർക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്നിട്ട് പോലും അവർ കായലിൽ നിന്ന് സബ്മേഴ്സിബിൾ പമ്പിട്ട് ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് കയറ്റി ഇതിൻ്റെ കോൺക്രീറ്റും അതിനോടനുബന്ധമായിട്ടുള്ള പണികളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉപ്പുവെള്ളം എടുത്ത് പണി നടത്തുന്നത് നിങ്ങൾ കണ്ടിരുന്നോ? കണ്ടു. അതാണോ ഞങ്ങളിത് തടഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇത് അടുത്ത ഭാവിയിലുള്ള ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടുന്നുണ്ടാകുന്നത് ഇത് എന്തായാലും ഇത് പൊളിച്ചു മാറ്റുന്ന അവസ്ഥയിലാണ് ഈ നിർമ്മാണം നടന്നിരിക്കുന്നത്. അത് പാടില്ലെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പരാതി ഉന്നയിച്ച് വന്ന സമയത്ത് എഞ്ചിനീയറോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റേ കോൺട്രാക്ടേഴ്സോ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങൾ അവരോട് പരാതി പറഞ്ഞോ? ഞങ്ങളിവിടെ വരുമ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് മിക്സിങ് നടക്കുകയാണ്. മിക്സിങ് നടക്കുമ്പോൾ ഇവിടുന്ന് ഈ ടാങ്കിൽ നിന്ന് ഒരു വെള്ളം കോരി അതിനകത്ത് ഒഴിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊരു ഓസ് കിടക്കുന്നു. ഓസ് കായലിലേക്ക് നീണ്ടു കിടക്കുന്നു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഓസിൻ്റെ പരിശോധന നടത്തിയപ്പോഴത്തേക്ക് അത് കായലിൽ നിന്ന് ഉപ്പുവെള്ളമാണ് എടുത്ത് പമ്പ് ചെയ്യുന്നത്. ഞങ്ങൾ വന്ന് ഇത് മിക്സ് ചെയ്യുന്ന ആളോട് ചോദിച്ചു, ഈ വെള്ളം എടുത്താണോ ചെയ്യുന്നത്? ഞങ്ങൾ ഇത് തന്നെ എടുത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുമ്പോൾ നിങ്ങൾ ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കോൺക്രീറ്റ് നടത്തുന്നു ഇല്ല എന്ന് പറയും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത്? ഇത് സർക്കാർ പിന്നെ സ്ഥാപനമായതുകൊണ്ടാണോ നിങ്ങളിങ്ങനെ ചെയ്തതാണോ? അപ്പോൾ ഞങ്ങൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു, പിന്നെ എക്സിനെ വിളിച്ചു. അപ്പോൾ അവരെല്ലാം സമ്മതിച്ചു ഇത് തെറ്റാണ് ചെയ്തത്, ഇങ്ങനെ ഉപ്പുവെള്ളം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്ത് ഇതെല്ലാം കുത്തിപ്പൊളിച്ച് കളയാം, എന്നിട്ട് വേറെ പുതിയ കോൺക്രീറ്റ് ഇടാമെന്നാണ് അവർ പറഞ്ഞത്. യാതൊരു കാരണവശാലും ഈ പണി മുന്നോട്ട് ഞങ്ങൾ അനുവദിക്കത്തില്ല. ഇതാ നമ്മൾ പറഞ്ഞ വെള്ളമാണ്, ഇതാ ഉപ്പുവെള്ളം. ഈ ഓസ് കായലിൽ നിന്ന് ഡയറക്റ്റ് വന്ന് കയറുന്ന ഓസാണ്. ഈ പണിയെല്ലാം നടക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, ഒരു ഗവൺമെൻറ് പ്രോജക്റ്റ് നടക്കുമ്പോഴത്തേക്കും ഓവർസിയറും എയും എല്ലാം ഇതിനകത്ത് കാണേണ്ടതാണ്. അവരെല്ലാം അറിവോടെയാണ് ഇത് നടക്കുന്നത്. 35 PPT കുറയാതെ ഉപ്പുണ്ടാവും. ഈ ഉപ്പുവെള്ളം ഉപയോഗിച്ച് ഒരു കാരണവശാലും കോൺക്രീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കടൽ വെള്ളത്തിന്, നമ്മൾ ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഏകദേശം 35 PPT വരെ ഉണ്ട്. അത്രയും കാഠിന്യമായ ഉപ്പുള്ള വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ഇതിൻ്റെ വർക്ക് നടത്തിയിരിക്കുന്നത്. വലിയ കെടുകാര്യസ്ഥതയുടെ വിവരങ്ങളാണ് ഇവർ ഇപ്പോൾ ഈ പങ്കുവെക്കുന്നത്. അതേ നമുക്ക് നോക്കുമ്പോൾ വലിയ രീതിയിൽ പണികൾ നടക്കുന്ന കെട്ടിടമാണ്. ഇതിനകത്തേക്ക് കയറുമ്പോൾ കോൺക്രീറ്റ് പണികളൊക്കെ പുരോഗമിച്ച് വരുന്ന കാണായിരുന്നു. നമുക്ക് കടലിൽ നിന്ന് നേരിട്ട് തന്നെ ആ ഓസ് ഉപയോഗിച്ച് വെള്ളം ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ആ ടാങ്കിൽ നിന്നും ആ വെള്ളം ഉപയോഗിച്ചാണ് ഇവർ ഈ നിർമ്മാണ പ്രവർത്തികൾ നടത്തിക്കൊണ്ടുമൊക്കെ ഉണ്ടായിരുന്നത്. ഈ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെ ഉള്ളവർ ഈ സ്ഥലത്ത് ഉണ്ടാവുകയും ചെയ്തു. അവർ സമ്മതിക്കുകയാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.